10ാം ക്ലാസ്സിൻ്റെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. സാറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നലെ ഇട്ട ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വിസ്തീർണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് ലീവ്സ് ദ സെയിം റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 18, 24, 30 and 40? ഒന്ന് ശിഷ്ടം വരുത്തുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 18 കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം കിട്ടണമെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 19. ഒന്ന് ആഡ് ചെയ്തു. ഇവിടെ ഇപ്പൊ 18 മാത്രമല്ല ഉള്ളത് 18, 24, 30, 42 ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം കണ്ട് അതിനൊക്കെ നമ്മള് കോമൺ 18 ഉണ്ട്, 24 ഉണ്ട്, 30 ഉണ്ട്, 42 ഉണ്ട്. അതിനൊക്കെ കോമൺ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നമ്പർ ഉണ്ട്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9, 24 12, 15, 42 ആകുമ്പോൾ 21. ഇനി കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 3 ആണ്. 3 9, 3 12, 5 15, 7. ഇനി കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറും ഇല്ല. അപ്പൊ ഇതെല്ലാം തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. 2 into 3 into 3 into 4 into 5 into 7 is the least number is completely divided by 18, 24, 30 and 42. 18, 24, 30, 42 മുതലായ സംഖ്യകളെ പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ, എല്ലാത്തിനെയും പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇതൊക്കെ ഗുണിച്ചാണ്. ഇതൊക്കെ ഗുണിച്ചാൽ എത്രയാണ്? 6 ഗുണം 12 ഗുണം 35. 72 ഗുണം 35 എത്രയാ വരുന്നത്? 72 ഗുണം 35. അതിൽ 10 ബാക്കി 1, 35 1 36, 2 6, 7 3 21, 0 12 ബാക്കി 1, 2520 ആണ് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. ഇവിടെ എന്താ വേണ്ടത്? ഒന്ന് തന്നെ ശിഷ്ടം വരണം, ഏതുകൊണ്ട് വരും. അപ്പൊ ഇതിനോടൊന്ന് കൂട്ടിയാൽ മതി. അപ്പൊ എത്രയാ വരുക? 2520 പ്ലസ് 1, 2521 is the 2521 is the right answer. അതാണ് കൃത്യമായ ഉത്തരം. ഇനി ചോദ്യം ഇതെല്ലാം ചോദ്യം ചെറിയ മാറ്റം വരുത്തി വെക്കാം. വേറൊരു പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വേറെ തരത്തിലാണ്. 18 കൊണ്ട് ഇരിക്കുമ്പോൾ 17 ശിഷ്ടം വരണം, 23 കൊണ്ട് 24 കൊണ്ട് ഇരിക്കുമ്പോൾ 23 ശിഷ്ടം വരണം, 30 കൊണ്ട് ഇരിക്കുമ്പോൾ 29 ശിഷ്ടം വരണം, 42 കൊണ്ട് ഇരിക്കുമ്പോൾ 41 ശിഷ്ടം വരണം. ഏതാണ് ലീസ്റ്റ് നമ്പർ? അപ്പോഴെന്താ ചെയ്യണ്ടേ? ഇതിനൊന്നും ഒന്ന് കുറക്കാം. 2520 വരെ ഇതേ രീതിയിൽ പോവാം. നമ്പർ ഏതായിരിക്കും? 2519 ആണ് ആ നമ്പർ. ഏത് നമ്പർ? 18 കൊണ്ട് ഇരിക്കുമ്പോൾ 17 ശിഷ്ടം, 24 കൊണ്ട് ഇരിക്കുമ്പോൾ 23 ശിഷ്ടം, ഒന്ന് കുറവ് ശിഷ്ടം, ഒന്ന് കുറച്ച സംഖ്യ ശിഷ്ടമായിട്ട്. ആ തരത്തിലാണെങ്കിൽ ഒന്ന് കുറവ്. ഇവിടെ ഒന്ന് ശിഷ്ടം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കൂട്ടും. 2 ശിഷ്ടം വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? 2 കൂട്ടും. ഈ രീതിയിൽ ആൻസർ കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നേരത്തെ പാർട്ടില് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോഴും ചോദ്യം. 256 എല്ലാ ഘടകങ്ങളുടെയും തുക കാണുക. എന്താ 256 ഘടകത്തിന്റെ പ്രത്യേകത? 256 ഘടകം എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കാം 128 കിട്ടും, ആദ്യം 2 കൊണ്ട് ഹരിക്കാം 64 കിട്ടും, ആദ്യം 2 കൊണ്ട് ഹരിക്കാം 32 കിട്ടും, ആദ്യം 2 കൊണ്ട് ഹരിക്കാം 16 കിട്ടും, ആദ്യം 2 കൊണ്ട് ഹരിക്കാം 8 കിട്ടും, ആദ്യം 2 കൊണ്ട് ഹരിക്കാം 4 കിട്ടും, 2 കൊണ്ട് ഹരിക്കാം 2 കിട്ടും, ആദ്യം 2 കൊണ്ട് ഹരിക്കാം 1. അപ്പൊ ഘടകങ്ങൾ ഏതൊക്കെയാ? 1, 2, 4, 8, 16, 32, 64, 128, 256. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂട്ടിയാൽ എന്താണെന്ന് തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 സമം 1 തന്നെയാണ്. 1 2 കൂട്ടുമ്പോൾ 3 കിട്ടുന്നുണ്ട്. അതായത് 4 1 കുറച്ചാണത്. 1 2 4 കൂട്ടുമ്പോൾ 7 കിട്ടും. 8 1 കുറച്ചാണ്
1, 2, 4, 8 കൂട്ടുമ്പോ 15 കിട്ടും. അത് 16 കുറച്ചാണ്. ഇങ്ങനെ നമുക്ക് പോയാൽ ഒരു പ്രത്യേകത കാണാൻ പറ്റും. 1, 2, 4, 8 ഇങ്ങനെ 256 വരെ കൂട്ടിയാൽ 512 കുറച്ചത് എന്ന് പറഞ്ഞാൽ 511. ഇനി 512 വരെ കൂട്ടിയാൽ 1024 കുറച്ച് 1023. ഈ ആശയം ഉപയോഗിച്ച് ചോദ്യം നേരത്തെ NMMS ഉണ്ടായിരുന്നു, ഇപ്പൊ NTSC വന്നു. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തടുത്ത രണ്ട് എണ്ണസംഖ്യയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 101. ഈ സംഖ്യയുടെ തുക എത്രയാണ്? വർഗ്ഗങ്ങളുടെ വ്യത്യാസത്തിന്റെ ഒരു ചോദ്യം നേരത്തെ വന്നിട്ടുണ്ട്. വർഗ്ഗങ്ങളുടെ വ്യത്യാസം എല്ലായ്പ്പോഴും ഒറ്റ സംഖ്യയായിരിക്കും. ഇതാണ്. ഇനി അടുത്തടുത്ത സംഖ്യയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസത്തിന്റെ അടുത്ത പ്രോപ്പർട്ടിയാണ് പറയാൻ പോകുന്നത്. x² minus y² is 2 consecutive numbers, then the സ്ക്വയറിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സം ഓഫ് ദ നമ്പേഴ്സ് ഇൻടു ഡിഫറൻസ് ഓഫ് നമ്പേഴ്സ് ആണ്. ഇത് 8th പഠിച്ചിട്ടുണ്ട്, 8ാം ക്ലാസ് പഠിച്ച കാര്യമാണ്. അപ്പോ സം ഇൻടു ഡിഫറൻസ് ആണ് ഡിഫറൻസ് ഓഫ് സ്ക്വയർ. വർഗ്ഗങ്ങളുടെ വ്യത്യാസം തുക ഇൻടു വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 101 ആണെങ്കിൽ അടുത്തടുത്ത നമ്പർ ആയതുകൊണ്ട് സംഖ്യയുടെ വ്യത്യാസം എന്തായിരിക്കും? 100 99 കുറച്ച 1, 200 199 കുറച്ച 1, അതെപ്പോഴും 1. അപ്പൊ 101 സമം x + y × 1. അപ്പൊ x + y എത്ര തന്നെയാണ്? x + y = 101. അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 1001 ആണ്. സംഖ്യയുടെ തുക എന്താ? 1001. അടുത്തടുത്ത രണ്ട് വർഗ്ഗങ്ങളുടെ വ്യത്യാസം 4313 ആണ്. വർഗ്ഗങ്ങളുടെ വ്യത്യാസം. സംഖ്യയുടെ തുക എത്ര? 4313. ക്ലിയർ അല്ലേ? ഇത് മനക്കണക്കായിട്ട് ആൻസർ ചെയ്യാം. കാര്യമാണ്. എന്റെ തിയറി പറഞ്ഞു മാത്രമേ. അടുത്ത ക്വസ്റ്റ്യൻ 44. രണ്ട് സംഖ്യകളുടെ തുക 40ഉം വ്യത്യാസം 10ഉമാണ്. സംഖ്യകളുടെ ഗുണഫലം എത്രയാണ്? രണ്ട് സംഖ്യകളുടെ തുക x + y = 40, x - y = 10. ഡിഫറൻസ് is 10. വാട്ട് ഈസ് their പ്രോഡക്റ്റ്? അവയുടെ പ്രോഡക്റ്റ് എത്രയാണ്? ചോദ്യം. ഇങ്ങനെ രണ്ട് നമ്പർ എന്നാൽ എപ്പോഴും വളരെ എളുപ്പത്തിൽ കാണാം. 2x = 15 കിട്ടും, x = 25 കിട്ടും, 2y = 13 കിട്ടും, x = 15 കിട്ടും. 15 × 25 ആണ് ആൻസർ. ദാറ്റ് ഈസ് 15 25 × 10 375 വരും. 375. C is the right answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 5. Fifth term is 5. Fifth term is 5. 5ാം പദം 5. അടുത്ത പോയിന്റ് പറയുന്നത് ആദ്യത്തെ 5 പദങ്ങളുടെ തുക. സം ഓഫ് 5 ടേംസ്. സം ഓഫ് ആദ്യത്തെ 5 പദങ്ങളുടെ തുക ടേംസ് ഈസ് 55. നമുക്കറിയാം സം ഓഫ് 5 ടേംസ് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ഓഫ് ടേംസിന്റെ സമ്മാണ്. ഓഡ് നമ്പർ ഓഫ് ടേംസിന്റെ സമ്മാണെങ്കിൽ ഒറ്റ എണ്ണം സംഖ്യകളുടെ തുകയാണെങ്കിൽ മധ്യപദം ഇൻടു എണ്ണമാണ് തുക എന്ന് പറയുന്നത്. അപ്പോ മധ്യപദം എന്ന് പറയുന്നത് മിഡ് ടേം, അതായത് മിഡ് ടേമിയുടെ 5ാം പദം പറഞ്ഞുകൊണ്ട് തേർഡ് ടേം ആണ്. തേർഡ് ടേം ഈസ് ഈക്വൽ ടു 55/5. ദാറ്റ് ഈസ് ഈക്വൽ ടു 55-ന് 5 കൊണ്ട് വെച്ച 11. അപ്പൊ നമുക്ക് രണ്ട് കാര്യം കിട്ടി. ഫസ്റ്റ് ടേം അറിയില്ല, ഇപ്പൊ തേർഡ് ടേം അറിയാം 11 ആണ്, ഫിഫ്ത് ടേം അറിയാം 5 ആണ്. 5 ഇവർ കുറേ ചെയ്യുന്നത്, അപ്പൊ ഇതിനേക്കാളും കൂടിയതായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. എത്ര പറഞ്ഞു?
6 കുറഞ്ഞു. അപ്പൊ ഇതിനെ 6 കുറക്കണം, അതായത് 6 ഇവിടെ കൂട്ടണം. 11 6 17. 17 is the right answer. 17. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 11 പദങ്ങളുടെ തുകയും ആദ്യത്തെ 17 പദങ്ങളുടെ തുകയും തുല്യം. 11 പദങ്ങളുടെ തുകയും 11 പദങ്ങളുടെ തുകേനെ നമുക്ക് ഈ ഒരു ഫോമിൽ പറയാം. ഇപ്പൊ വേണമെങ്കിൽ an² + bn എന്ന ഫോമിൽ n സ്ക്വയറിന്റെ ടേം ഉണ്ടാവും, n-ന്റെ ടേം ഉണ്ടാവും. an² + bn is the sum of terms si. ഇവിടെ പറയുന്നത് 11 പദങ്ങളുടെ തുക. അപ്പൊ a × 11² + b × 11 is equal to 11 പദങ്ങളുടെ തുകയും ആദ്യത്തെ 17 പദങ്ങളുടെ തുകയും തുല്യം. a × 17² + b × 11 17 is same. അത് രണ്ടും തുല്യമാണ്. അപ്പൊ രണ്ടിലും ഒരേപോലെയുള്ള ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരും നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ രണ്ടും ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴെന്താട്ടോ 17 ഇപ്പുറത്തുണ്ട്, അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഇപ്പുറത്തുള്ളതെല്ലാം അപ്പുറത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് 0. 0 is equal to a × 17² - a × 11² plus a × 17 plus minus b × 17 into b × 11. ഓക്കെ, b × 17 ഉണ്ട്, b × 11 മൈനസ് ആയി, അപ്പുറത്തുള്ള പോകുമ്പോൾ മൈനസ് ആയി. ഓക്കെ, is equal to a × 17² × 11². a × 17² - 11² plus b × 17 - 11. ഇവിടെ ഇത് 0 ഈക്വൽ ആണ്, ഈക്വൽ ടു 0. a × 17² - 11² കൊടുത്താൽ 17 + 11 ഉണ്ടാവും, 17 - 11 ഉണ്ടാവും, പ്ലസ് b × 17 - 11 ഉണ്ട് അവിടെ, 17 - 11. ഇവിടെ 17 - 11 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്, ഇവിടെ 17 - 11 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടു ഭാഗം 17 - 11 കൊണ്ട് ഗുണിച്ചുകൊണ്ട് നമുക്കത് കട്ട് ചെയ്യാമാണെങ്കിൽ, അപ്പോ a × 17 - 18 28a 28a plus b is equal to 0. Therefore 28a is equal to minus b. 28യുടെ വില ബിക്ക് തുല്യം, മൈനസ് ബിക്ക് തുല്യം. അപ്പോൾ 28 ടേംസിന്റെ സ്ക്വയറിന്റെ വ്യത്യാസം കാണും നമുക്ക്. അപ്പൊ എന്താ വേണ്ടത്? a × n² എന്ന് പറയുന്നത് 28² എന്താ ക്വസ്റ്റ്യൻ? 28 പദങ്ങളുടെ തുകയാണ്. 28² പ്ലസ് b × 28. 28 a × 28 നടക്കട്ടെ, 28 × 28 പ്ലസ് b × 28. a × 28 പകരം ഈ വാല്യൂ കൊടുക്കും. അപ്പൊ എന്ത് വരും? മൈനസ് b 28 പ്ലസ് b 28. 28 b ന്ന് 28 b കൊടുക്കണം എന്നർത്ഥം, 0. Therefore 0 is the answer. ഇനിയൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നു ഇതേപോലെ 35 പദങ്ങളുടെ തുകയും 40 പദങ്ങളുടെ തുകയും തുല്യമാണ്. 75 പദങ്ങളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ ഇതേ ആൻസർ തന്നെ കിട്ടും, 0 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോ ആ രീതിയിലുള്ള പ്രോബ്ലംസും നമുക്ക് പരിചയമാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ടാങ്കിൽ വെള്ളം നിറക്കാൻ 2 കുഴലുണ്ട്. 2 കുഴലുകളും തുറന്നു വെച്ചാൽ 1 മണിക്കൂർ കൊണ്ട് നിറയും.
ഒരു കോയിലിൽ എക്സ് മണിക്കൂർ കൊണ്ട് നിറയുന്നതായിരിക്കാം. അപ്പോൾ ഒരു മണിക്കൂറിൽ എക്സിൽ ഒന്ന് നിറയും. രണ്ടാമത്തെ കോയിലിന് വൈ മണിക്കൂർ കൊണ്ട് നിറയുന്ന വൈയിൽ ഒന്ന് നിറയും. അത് രണ്ടും കൂടി ചേർന്നാൽ ഒരു മണിക്കൂർ കൊണ്ട് നിറയും. എക്സിൽ ഒന്ന് നിറയും, എക്സ് മണിക്കൂർ കൊണ്ട് നിറയുന്ന കോയിലുണ്ട്. വൈയിലൊന്ന് നിറയും. ചെറിയ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ 3 മണിക്കൂർ വേണം. ചെറിയ കുഴലിന് 3 മണിക്കൂർ വേണം. അപ്പം ഇതിനെ 3 നോക്കാം. അപ്പൊ 3-1 വൈയിലൊന്ന് കൂട്ടിയാൽ 1. അപ്പൊ വൈയിലൊന്ന് സമം 1 മൈനസ് 3-1 സമം 3-2. വൈയിലൊന്ന് 3-2 വൈയിലൊന്ന് സമം 3-2 സമം 1/1. അപ്പൊ വൈയുടെ വാല്യൂ 1.5. ഓക്കെ, ക്ലിയർ ആയി തോന്നുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 48ാമത്തെ ചോദ്യം. 3-1 3 സ്ക്വയറിൽ 1 3 ക്യൂബിൽ 1 3 10 ഇങ്ങനെയുള്ള എന്ന തുക കണക്കാക്കിയാൽ കിട്ടുന്ന സംഖ്യ ഏതാണെന്ന ചോദ്യം. 1 പ്ലസ് 3-1 പ്ലസ് 3 സ്ക്വയറിൽ 1 പ്ലസ് 3 ക്യൂബിൽ 1 പ്ലസ് എക്സെട്ര എല്ലാം കൂട്ടിയാല് 1/310 പ്ലസ് 1/2 ഇൻറ്റു 3/10. നമുക്കത് കൂട്ടി നോക്കാം. നേരത്തെ 2ന്റെ പവേഴ്സിന്റെ പ്രോപ്പർട്ടി കണ്ടു നമ്മള്. 3ന്റെ പവേഴ്സിന് ഇതേപോലത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് നോക്കാം. 1-ന് 1 തന്നെയാണ്. 1ഉം 3ഉം കൂട്ടിയ 4ആണ്. അത് 9-ന്ന് 1 കുറച്ചതിന്റെ പകുതിയാണ്, 8ന്റെ പകുതിയാണ്. 1ഉം 3ഉം 9ഉം കൂട്ടിയാല് 13ആണ്. 27-ന്ന് 1 കുറച്ചതിന്റെ പകുതിയാണ്, 26ന്റെ പകുതി. അപ്പൊ അതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 3 സ്ക്വയർ മൈനസ് 1/2 ഇത് 3 ക്യൂബ് മൈനസ് 1/2. അടുത്ത എന്തായിരിക്കും? അപ്പൊ 3/10 വരെ കൂട്ടിയാൽ എന്ത് കിട്ടും? ഇത് 3 സ്ക്വയർ വരെ കൂട്ടി 1 പ്ലസ് 3 പ്ലസ് എക്സെട്ര 3/10 ഈസ് ഈക്വൽ ടു എന്താ വരുക? 3/10 ഈസ് 3/11 മൈനസ് 1/3 ക്യൂബ് മൈനസ് 1 3/11 മൈനസ് 1/2 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. 3ന്റെ പവർ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. 4ന്റെ പവർ ആഡ് ചെയ്യുമ്പോൾ എന്ത് പ്രോപ്പർട്ടിയാണ് വരുന്നത് നിങ്ങളൊന്ന് കണ്ടെത്തുക. അത് നിങ്ങൾക്ക് കിട്ടി. 5ന്റെ പവർ ആഡ് ചെയ്യുമ്പോൾ എന്താ പ്രോപ്പർട്ടി? അത് നമുക്ക് ഇതേ മോഡലിൽ ചെയ്തു നോക്കി എക്സാമ്പിളിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഇനി ഈ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെയുള്ള പ്രോപ്പർട്ടി നോക്കുക. 3/10 ആണ് ഇവിടെയുള്ളത്. അപ്പൊ 3/10ലേക്ക് ഡിനോമിനേറ്റർ മാറണം. ഇവിടെ 1 ഉണ്ട്. ഇവിടെ 3 ക്യൂബ് തൊട്ട് മുമ്പിലത്തെ പദം ഇതിങ്ങനെ എക്സെട്ര ആണ്. 9 ഉണ്ടാവും. 10 ആവണമെങ്കിൽ 3 ആഡ് ചെയ്യണം. 3 ക്യൂബിനോട് 10 ആവാൻ എക്സെട്ര ഇങ്ങനെ 3/7 വന്നു. 3 സ്ക്വയർ ആകുമ്പോൾ 3/8 വരണം. 3/9 വരണം. 3/10 1 ആണെങ്കിൽ 3/10 വരും. 1 ഇല്ല, സോറി 1 ഇല്ല, 3/9 വരും. 1/3 ആണ് ഫസ്റ്റ്. അപ്പൊ 3/9 3 into 3/9 3/10 ആവും. ഇതെല്ലാം ആഡ് ചെയ്യും. പ്ലസ് 1/2 into 3/10. ഇതെല്ലാം ആഡ് ചെയ്താൽ എന്താവുന്നതാണ് കുറച്ചു മുമ്പിലേ കണ്ടത്. 3/10 minus 1/2 by 3/10. 3/10 minus 1 ഇതാണ് ന്യൂമറേറ്ററിന്റെ സം, അംശങ്ങളുടെ തുക. ഇത് 3/10 പ്ലസ് 1/2 into 3/10. ഇവിടെ 3/10 ആണ് ഡിനോമിനേറ്റർ. ഇവിടെ 2 into 3/10 ആണ് ഡിനോമിനേറ്റർ. അപ്പൊ 2 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ.
അപ്പൊ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയി പോയി. ബാക്കിയുള്ള 3⁻10 മൈനസ് 1 പ്ലസ് 1/2 ഇൻറ്റു 3⁻10. ദാറ്റ് ഈസ് -1 പ്ലസ് 1 0 ആയി. അപ്പൊ 3⁻10/2 ഇൻറ്റു 3⁻10 എന്ന് വരും. ഇത് ക്യാൻസൽ ആയി പോയി. ബാക്കിയുള്ളത് 1/2. 1/2 is the right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. x by x plus 1 plus x plus 1 by x is equal to minus 1 by x into x plus 1. ലഘു എഴുതിയാൽ കിട്ടുന്ന എന്താ? സിംപ്ലിഫൈഡ് ഫോം. ഇവിടെ ഡിനോമിനേറ്റർ x into x plus 1, ഇവിടെ x, ഇവിടെ x plus 1. അപ്പൊ x into x plus 1 ഡിനോമിനേറ്റർ ആക്കണം. അപ്പൊ x plus 1 x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ x നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x സ്ക്വയർ പ്ലസ് x ഉണ്ട് ഇവിടെ ഡിനോമിനേറ്റർ x plus 1 വേണം. x into x plus 1 ആയിരുന്നു. മോളിൽ x plus 1 ഹോൾ സ്ക്വയർ വന്നു. മൈനസ് 1 into x into x plus 1. x into x plus 1 is common. All denominator are x into x plus 1 ആണ്. x square plus 1 whole square, x plus 1 whole square ആണ്. x square plus 2x plus 1 ആണ്. a plus b whole square, a plus square plus 2ab plus b square ആണ്. minus 1. That is equal to x square plus x square, 2x square plus 2x plus 1 minus 1 0 ആയി. x into x plus 1. രണ്ടിലും x കോമൺ ആയിട്ടുണ്ട്, 2ഉം കോമൺ ആയിട്ടുണ്ട്. 2x കോമൺ ആണ്. ബാക്കിയുള്ള ഇവിടെ ഒരു x സ്ക്വയർ ഉള്ളതുകൊണ്ട് x ഉണ്ട്. ഇവിടെ 2x മാത്രമേ ഉള്ളൂ. അപ്പൊ x into x plus 1, x into x plus 1. x into x plus 1 രണ്ടിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആണ്. ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ ഈസ് 2. 2 is the right answer. 50th question. ചിത്രത്തിലെ ഒരു മട്ടത്രികോണവും അതിനുള്ളിൽ ഒരു സമയത്തിലും വരച്ചിരിക്കും. ഇങ്ങനെയാണ് ചിത്രമുള്ളത്. 9th ക്വസ്റ്റ്യൻ ആണിത്. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു മട്ടത്രികോണം സമയം ഇവിടെ തന്നത്. ഇവിടെ 2 മീറ്റർ തന്നിട്ടുണ്ട്. ഇവിടെ 1 മീറ്റർ തന്നിട്ടുണ്ട്. ഇത് സമയത്തിലാണെന്ന് തന്നിട്ടുണ്ട്, സ്ക്വയറാന്ന് തന്നിട്ടുണ്ട്. എല്ലാ സൈഡും എക്സ് ആണെന്ന് പറയാം. ഇതിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഈ ആംഗിളും ഈക്വൽ ആണെന്ന് കാണാം. ഈ ആംഗിളും ഈക്വൽ ആണ്. 2 ട്രയാംഗിളും ഈക്വൽ ആണ്. 2 ത്രികോണത്തിന്റെയും കോണുകൾ തുല്യമാണ്. വശങ്ങൾ തുല്യകോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ഒരേ തോതിൽ മാറും. ചേഞ്ച് ഓഫ് സൈഡ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾ ഇൻ ദ സെയിം റേഷ്യോ. അത് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം? ഈ കോണിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ നോക്കാം. നമുക്ക് സൈഡ് നോക്കാം. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് 2 ആണ്. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് 2/x is equal to രണ്ടാമത്തെ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് x ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്. അപ്പോൾ x square is equal to implies x square is equal to 2, x is equal to √2. √2 is the right answer. വശത്തിന്റെ സമയത്തിന്റെ വശത്തിന്റെ നീളം എത്ര? √2. ഓക്കെ, അടുത്ത ചോദ്യം. രണ്ട് സംഖ്യകളുടെ തുകയും അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസവും 10 തന്നെയാണ്. രണ്ട് സംഖ്യകളുടെ തുക 10 ആണ്. x plus y is equal to 10. x square minus y square is also equal to 10. തുകയും അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസവും 10. ഇവയിലെ വലിയ സംഖ്യ ഏതാണ്? x square minus y square equal to x plus y into x minus y. 10 is equal to 10 into x minus y.
Therefore, x minus y equal to 1. X plus y equal to 10. X plus y 10 ആണ്. നേരത്തെ കണ്ടിട്ടുണ്ട് എക്സ് കാണാൻ വേണ്ടി x is equal to 11ന്റെ പകുതി 5.5, y is equal to 9ന്റെ പകുതി 4.5. ഏതാ ചെറിയ സംഖ്യ എന്നാണ് ചോദ്യം തോന്നുന്നു. ഇവയുടെ വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 5.5ആണ്, ചെറിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 4.5ആണ്. എക്സും 2x 11ആണ്. എക്സ് എത്രയാണെന്ന് കിട്ടും, വയ്യും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതേപോലത്തെ ചോദ്യം വേറെ ചെയ്തു, അതുകൊണ്ടാണ് ആ തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒന്ന് മുതൽ 6 വരെ എഴുതിയ രണ്ട് പകടകൾ ഒന്നിച്ചിട്ടു. ഒന്നിൽ ഒറ്റ സംഖ്യയും മറ്റൊന്നിൽ 3ന്റെ ഗുണിതവും വരാനുള്ള സാധ്യത. രണ്ട് പകടകൾ ഒന്നിച്ചിട്ടുമ്പോൾ 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾ രണ്ടിലുണ്ട്. അപ്പൊ രണ്ടാമത്തേലും 1, 2, 3, 4, 5, 6 എന്നുള്ള സംഖ്യ. ഇനി എങ്ങനെയൊക്കെ മാറ്റാം? 1, 1, 1, 2, 1, 3, 1, 4, 1, 5, 1, 6 ഇങ്ങനെ വരാം. അങ്ങനെ 36 തരത്തിൽ വരാം. ആകെ രീതികളും 36 തരത്തിൽ വരാം. ഇനി രണ്ട് വയ്ക്കാവുന്ന സാധ്യതകൾ വരുന്നത് 1, 3, 5 ആണ്. ഇവിടെ 1, 3, 5 ആണ്. 3 വീതമായിട്ട് വരുന്നത്. അപ്പൊ രണ്ടും ഒറ്റയാവാനുള്ള സാധ്യത 9. ഇവിടെ ഒറ്റയല്ല ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നിൽ ഒറ്റ സംഖ്യ വരണം, 1, 3, 5 വരണം. മറ്റൊന്നിൽ 3ന്റെ ഗുണിതം വരണം. 3ന്റെ ഗുണിതമായിട്ടുള്ള സംഖ്യകൾ 3, 6 മാത്രമാണ്. 3, 6 വരാം. ഒന്നാമത്തേൽ 1, 3, 5 വരാം, മറ്റേൽ 3, 6 വരാം. അപ്പോ ഇത്രയാണ് സാധ്യത. അപ്പൊ എന്ത് വരും? ഇനി നേരെ തിരിച്ചും വരാം. ഒന്നാമത്തേലും 3, 6 വരാം, രണ്ടാമത്തേലും 1, 3, 5 വരാം. അപ്പൊ ഇവിടെ വരുന്നത് 3 രീതി ഇടിയുണ്ട്, 2 ഇടിയുണ്ട്, 6 വരും. ഇതിലും 6 വരും. അപ്പൊ 12/36 വരും ആകെ. അതായത് 3-1 സാധ്യത. റൈറ്റ് ആൻസർ ഈസ് 3, 1/3. ഞാൻ കൊടുത്ത ആൻസർ തെറ്റുണ്ടെന്ന് തോന്നുന്നു, അത് ക്ലിയർ ആക്കും. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വൃത്തത്തില് 4 ബിന്ദുക്കളിൽ വെച്ച് സമയത്തിലുണ്ടായി. ഒരു വൃത്തമുണ്ട്, ചിത്രം വരച്ച് നോക്കിയാൽ എളുപ്പമായി ആൻസർ ഉണ്ട്. ഇവിടെ 4 ബിന്ദുക്കൾ ചേർത്ത് വരച്ച ഒരു സമയം, അതിന്റെ ഡയഗണൽ വരച്ചത്. സമയത്തിന്റെ പരപ്പളവ് 4, ഇതിന്റെ പരപ്പളവ് 4. അപ്പൊ ഇതിന്റെ സൈഡ് 2. അപ്പൊ ഈ വികരണം 2√2. അപ്പൊ ആരോ √2 അതിന്റെ പകുതി. 6√2 ആയ വൃത്തത്തിന്റെ പരപ്പളവ് πr², π√2². ദാറ്റ് ഈസ് √2ന്റെ സ്ക്വയർ 2 ഉത്തരം 2π. വൃത്തത്തിന്റെ പരപ്പളവ് എത്രയാണെന്ന ചോദ്യം 2π. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് വൃത്തത്തിന്റെ ചാപ്റ്ററിൽ നിന്നാണ്. 9th വൃത്തത്തിന്റെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ചിത്രത്തിൽ ത്രികോണത്തിന്റെ കോണിന്റെ സമഭാജി, അങ്ങനെ ഒരു ചിത്രമുണ്ട്. കോണിന്റെ സമഭാജി വരച്ചിട്ടുണ്ട്. ഇവിടെ 9 സെന്റിമീറ്റർ ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 2. 6ന്റെ 3/1 ഇവിടെ. അതായത് സൈഡുകളിലെ റേഷ്യോ 6:2 ആണ്. 6ന്റെ 3 മടങ്ങ്, 1.5 മടങ്ങാണ് ഇവിടെ ഉള്ളത്. 2ന്റെ 1.5 മടങ്ങ് ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇത് 3 ഉണ്ടാവും. കാരണം സൈഡ് ഏത് റേഷ്യോയിൽ മാറുന്നോ അതേ റേഷ്യോയിലായിരിക്കും ബേസിനെ കട്ട് ചെയ്യുന്നതെന്ന് 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് 3 സെന്റിമീറ്റർ. മൂന്നാമത്തെ വശത്തിന്റെ നീളം എത്ര ആഴ്ച? 3 സെന്റിമീറ്റർ. എങ്ങനെയാ മനസ്സിലായത്? 6:2 9 ഈ നമ്പർ x. 6ന്റെ 3/1 9ന്റെ 3/1 ഇവിടെ വേണ്ടത് 3. അങ്ങനെ പറയാം.
അടുത്ത ക്വസ്റ്റ്യൻ. ത്രികോണത്തിന്റെ ഏറ്റവും വലിയ ത്രികോണത്തിന്റെ വശങ്ങളുള്ള 1 മീറ്ററാണ്. വലിയതിന്റെ 1 മീറ്റർ. അതിനാ പകുതിക്കേ മണി. ഇപ്പൊ 4 ത്രികോണമായിട്ട് മാറി. അതായത് ഈ ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ്, ആദ്യത്തെ ത്രികോണത്തിന്റെ പരപ്പളവ് സമഭുജ ത്രികോണാണ്. √3/4 a സ്ക്വയർ. ഒരു ഒന്നായതുകൊണ്ട് 1 സ്ക്വയർ 1 √3/4. രണ്ടാമത്തെ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് അതിന്റെ 4/1. ഒരു 4 കൊണ്ട് വിളിച്ചു. ഇനി അതിന്റെ ഉള്ളില് ത്രികോണം ഉണ്ടാക്കി. അപ്പൊ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെയും 4/1. വീണ്ടും അതിനെയും ചുരുക്കി. ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ അതിനെയും 4 കൊണ്ട് ഗുണിച്ചാൽ എന്ന് പറഞ്ഞാൽ √3/4 4 × 4 16 × 4 1/64. ആൻസർ അവിടെ ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ 8 സ്ക്വയർ കാണുന്നുണ്ട്. അപ്പൊ ഇത് വേണമെങ്കിൽ √3/4 × 1/8 ഹോൾ സ്ക്വയർ. റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാഷ്ടഭുജാണ്. ഇതിന്റെ ഒരു കോണ് എന്ന് പറയുന്നത് 135 ഡിഗ്രിയാണ്. ഇതിങ്ങനെ യോജിപ്പിച്ചാല് 90 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. കണ്ടെത്താൻ പറ്റും. കാരണം 135 ബാക്കി 2 കോണും തുല്യാണ്. ഇനി ഈ കോണിന്റെ അളവ് ഇത് 90 പോയി നടുക്ക ഭാഗിക്കുന്നുണ്ട് രണ്ടിനെയും. 135ന്റെ പകുതി 67 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഉണ്ടാവുക 22. അപ്പൊ ഈ കോൺ എത്രാന്നാന്ന് ചോദ്യം. 22 കണ്ടെത്താൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. സർക്കിൾ ഉണ്ട്. ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു വരയുണ്ട്. 150 ഡിഗ്രിയാണ് ഇവിടെ കൊടുത്ത കോണ്. ഇത് 2 സെന്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് 30 ഡിഗ്രിയാണ്. ഇത് 30, 60, 90 ത്രികോണാണ്. അപ്പൊ 2/30 ഭാഗം 1. ബി എന്റെ നീളം എത്ര, എ ബിയുടെ നീളം എത്രയാണെന്നാ ചോദ്യം. 1 ആൻസർ കിട്ടി. 30, 60, 90 ത്രികോണം ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. അടുത്തത് ട്രിഗണോമെട്രി ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ആംഗിൾ എത്രയാണെന്ന് അറിയില്ല. നമുക്കറിയാം ത്രികോണത്തിന്റെ 3 കോണുകൾ അറിയാം നമുക്ക്. ഇത് 45 ഡിഗ്രിയാണ്, ഇത് 75 ഡിഗ്രിയാണ്, ഇത് 60 ആയിരിക്കും ബാക്കി. അപ്പൊ ഈ സൈഡിന് എ എന്ന് കൊടുക്കാം, ഇത് ബി ആയിരിക്കും, ഇത് സി ആയിട്ട് കൊടുക്കാം. a/sin A = b/sin B = c/sin C എന്ന് നമുക്കറിയാം. പാഠത്തിൽ വരുന്ന കാര്യം. എ എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം. എത്രയാണ്? 6. അപ്പൊ 6/sin A sin 60 is equal to b/sin 45. sin 60 എന്ന് പറയുന്നത് 30, 60, 90 ത്രികോണാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് 60ന്റെ ഓപ്പോസിറ്റ് സൈഡ് √3 ആണ്. √3/2 6/√3/2 is equal to b/1/√2 1/√2. നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാല് 12/√3 is equal to b√2/1. 12 is equal to b√6. 6 into 2 is equal to b√6. 6 എന്ന് പറഞ്ഞാൽ √6 into √6 ആണ്. അപ്പൊ √6 പോയി 2√6 is equal to b. b is 2√6. ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്
രേഖീയ സംഖ്യകൾ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. സൂചക സംഖ്യ കോർഡിനേറ്റ് ജോമെട്രിയുടെ ക്വസ്റ്റ്യൻ ആണ്. എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. ഇവിടെയുള്ള ആംഗിള് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടുണ്ട്. രണ്ട് പെർപെൻഡിക്കുലർ ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് P is the coordinate with 2, 3. What is the coordinate of Q? The same length is there. അപ്പോൾ ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാലും ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരക്കാം. നമുക്ക് ഇവിടെയുള്ള ലെങ്ത് 2 ആണ്, ഇവിടെ 3. ഈ ആംഗിള് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ആംഗിള്. അപ്പൊ ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് 3 ആണ്. അപ്പൊ ഇത് 3 വരും. ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് 2 വരും. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് -3, 2. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതേ ചാപ്റ്റർ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. സർക്കിളിന്റെ ചാപ്റ്ററും കൂടെ കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ലൈൻ ഉണ്ട്, ഒരു പെർപെൻഡിക്കുലർ ഉണ്ട്, ഒരു സെമി സർക്കിൾ. 0,4 is the coordinate of this point. Therefore 0,4 ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കോർഡിനേറ്റ് y കോർഡിനേറ്റ് 4 ആണ്, ഇവിടെയുള്ള കോർഡിനേറ്റ് 0, 0. ഇത് -80. Therefore this length is 8. This length is 4. നമുക്കറിയാം 8 into this distance, 8 into OX equal to 4 square. PA into PB is equal to PC square. Therefore OX is equal to 16/8, that is equal to 2. That is the right answer. Coordinate of this point is 2, 0. ഓക്കെ. ഇതിലെ ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാവില്ല, കാരണം പാഠം പഠിച്ചു തീരാതുകൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ സൂചക സംഖ്യയുടെ ഫസ്റ്റ് പാർട്ടിലത്തെ കംപ്ലീറ്റ് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് പാർട്ടിലേക്ക് കടന്നിട്ടില്ല. ഓക്കെ, താങ്ക് യു.